Meet the editors. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി. 63.02% പേർ വോട്ട് രേഖപ്പെടുത്തി. 96 സീറ്റുകളിലേക്ക് നടന്ന 4ാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളാണ് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് ജമ്മു കാശ്മീരിലും. ഓരോ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഇടിവ് BJPക്ക് നെഞ്ചെടുപ്പ് കൂട്ടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. 2019 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 129 സീറ്റുകളിൽ 29 എണ്ണം മാത്രമാണ് BJPക്ക് ലഭിച്ചത്. 25 എണ്ണം കർണാടകയിലും 4 എണ്ണം തെലങ്കാനയിലും. രാജ്യത്തെ ജനസംഖ്യയുടെ 20% വരുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന എന്നീ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇക്കുറി മോദിയുടെ അബ് കി ബാർ 400 പാറിനോടൊപ്പം തെക്കുപിടിക്കുമോ BJP എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇന്നലെ അമിത്ഷാ തുടർച്ചയായിട്ട് പറയുന്നുണ്ടായിരുന്നു 3 ഘട്ടങ്ങളിൽ 190 സീറ്റുകൾ കുറയാതെ BJP പിടിക്കും. ഇത്തവണ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത്ഭുതം സംഭവിക്കും. കഴിഞ്ഞ തവണ നേടിയ 29 സീറ്റിന്റെ ഇരട്ടിയിലധികം നേടുമെന്നാണ് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. തെക്ക് പിടിക്കുമോ? ഇപ്രാവശ്യം തെക്ക് പിടിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വലിയൊരു വിജയം നേടാൻ BJPക്ക് കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ 2019 തിരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം BJP ഉണ്ടാക്കിയത് കർണാടകത്തിൽ നിന്നാണ്. അവിടെയുള്ള 28 സീറ്റുകളിൽ 26 സീറ്റുകളും BJPക്കൊപ്പമായിരുന്നു. സുമലത അടക്കമുള്ള സീറ്റുകൾ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 26 സീറ്റും BJPക്കൊപ്പമായിരുന്നു. എന്താണ് കർണാടകയിൽ ഇപ്രാവശ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത്? കർണാടകയിൽ 2 ഘട്ടമായി പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ട പോളിംഗ് നടക്കുമ്പോൾ BJP അവിടെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുണ്ടല്ലോ. അത് പ്രജ്വൽ രേവണ്ണയുമായിട്ടും SD രേവണ്ണയുമായിട്ടും ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികളും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോകളുമാണ്. അതിൽ 14 സീറ്റുകളിൽ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രതിസന്ധി അവിടെ BJPക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒന്ന് ആലോചിക്കേണ്ടത്, ഈ JDS എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ കർണാടകയിൽ ഒരു തകർച്ച നേരിടുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9-10% വോട്ട് മാത്രമാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ പ്രതിനിധാനം ചെയ്യുന്നത് വൊക്കലിഗ എന്ന് പറയുന്ന സമുദായത്തെയുമാണ്. തെക്കൻ കർണാടകയിലാണ് അവരുടെ സ്വാധീന ശക്തി എന്ന് പറയുന്നത്. ആ വൊക്കലിഗ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ദേവഗൌഡ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു നേതാവ് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അത് DK ശിവകുമാറാണ്. അപ്പോൾ DK ശിവകുമാറിൻ്റെ ഒരു സ്വാധീനം ആ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നത് കോൺഗ്രസിന് അനുകൂലമാകുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വലിയ തിരിച്ചടിയായിട്ട് JDSന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതുമാത്രവുമല്ല, JDSന്റെ മറ്റൊരു ശക്തമായ വോട്ട് ബാങ്കായിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ദേവഗൌഡ കർണാടക മുഖ്യമന്ത്രിയായ സമയത്താണ് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്തിയത്. അന്ന് മുതൽ JDSന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗമാണ്. അവർ കോൺഗ്രസിനുമായിട്ട് ഒരു സമ്പർക്കത്തിലുമില്ല. മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ കർണാടകത്തിൽ അവർ JDSുമായിട്ടാണ് സമ്പർക്കത്തിലുള്ളത്. ആ വോട്ട് ബാങ്കാണ് ഒറ്റയടിക്ക് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്താ, BJP ആണ് അവിടെ ആ സംവരണം എടുത്തു കളഞ്ഞത്. ആ BJPയുമായിട്ടാണ് JDS കൈകോർത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മുസ്ലിം വോട്ടും അവിടെയില്ല. അപ്പോൾ വൊക്കലിഗ സമുദായത്തിൻ്റെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു, മുസ്ലിം വോട്ടും പോയിരിക്കുന്നു. ആ അർത്ഥത്തിൽ നല്ലൊരു സഖ്യകക്ഷി ആയിരുന്നില്ല JDS എന്ന് മാത്രമല്ല, അവസാന ഘട്ടമെത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് BJP പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുരുങ്ങിയത് ഏതാണ്ടൊരു 50-60% സീറ്റ് അവിടെ BJPക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റ് കിട്ടിയെങ്കിൽ 10-12 സീറ്റിൽ കൂടുതൽ ഇപ്രാവശ്യം കർണാടകയിൽ BJPക്ക് കിട്ടില്ല. അതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, പിന്നെ തെക്കേ ഇന്ത്യയിൽ BJP ഒരു നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റുകളുണ്ട്. അതിൽ 9 സീറ്റുകൾ കിട്ടിയത് BRSനായിരുന്നു. 4 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടി. 3 സീറ്റ് കോൺഗ്രസിന് കിട്ടി. 1 സീറ്റ് OICക്ക് കിട്ടി. OIC ഇപ്രാവശ്യവും ഹൈദരാബാദിൽ ജയിച്ചു വരും. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? BRS പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പാർട്ടി അവിടെ ഇല്ല, തെലങ്കാനയിലില്ല. ആ വോട്ട് ബാങ്ക് എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? ആ വോട്ട് ബാങ്ക് നേരെ കോൺഗ്രസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ രേവന്ത് റെഡ്ഡി അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുകയും ചെയ്യുന്നത്. ആ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, 2019 നിന്ന് 2024 വരുമ്പോൾ തെലങ്കാനയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. എന്നാൽ ഈ 4 സീറ്റ് എന്ന് പറയുന്ന BJPയുടെ ആ സീറ്റുകളിൽ വലിയ ചോർച്ച ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പിന്നെ എവിടെയും
പിന്നെ BJPക്ക് ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ആന്ധ്രാപ്രദേശിൽ 0, തമിഴ്നാട്ടിൽ 0, കേരളത്തിൽ 0, പുതുച്ചേരിയിൽ 0. അപ്പോൾ ആകെ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ 30 സീറ്റ് നേടിയിട്ടുണ്ട് എങ്കിൽ ഇപ്രാവശ്യം ഒരു 16, 17 പരമാവധി വന്നാൽ 18 സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങും. ഈ 1-2 സീറ്റ് വർദ്ധിക്കും. എവിടെ കിട്ടാൻ സാധ്യതയുള്ള എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 വർഷമായിട്ട് ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. നമുക്കറിയാമല്ലോ 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 25 സീറ്റുകളിൽ 22 സീറ്റുകളും YSRCPക്കായിരുന്നു. 3 സീറ്റുകൾ അവിടെ TDPക്കായിരുന്നു. ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുത്ത TDPക്കായിരുന്നു. ഇപ്രാവശ്യം TDPയുമായിട്ട് പിന്നെ BJP സഖ്യത്തിലാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗുണം നിശ്ചയമായും BJPക്ക് അവിടെ ഉണ്ടാകാൻ വേണമെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാം അവിടെ. എന്നാൽ ഈ ആൻറ്റി ഇൻകംബൻസി അടക്കമുള്ള സാഹചര്യങ്ങളും YSR ശർമിളയുടെ വരവും കൂടി ചേർന്ന് കോൺഗ്രസിനും അവിടെ ഒരു മുൻതൂക്കമുണ്ട്. അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിനും ലഭിക്കാം. അതായത് ഞാൻ പറയുന്നത് YSRCP 2019 ഉണ്ടാക്കിയ നേട്ടം ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നുകൂടി പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്, BJP അല്ല. എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ വിജയം അവർക്ക് ആവർത്തിക്കാനും കഴിയില്ല. ഇതിപ്പോൾ തെക്കേ ഇന്ത്യയുടെ സ്ഥിതിയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണല്ലോ. ഈ 4ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ സവിശേഷത കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് മെയ് 7-ാം തീയതി 3ാം ഘട്ടം കഴിഞ്ഞു, മെയ് 13-ാം തീയതി 4ാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇതിനിടയിൽ എന്തായിരുന്നു ഇന്ത്യ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത? ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു ആബ്സെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺസ്പിക്വസ്ലി ആബ്സെൻ്റ് ആയിരുന്നു. നാഷണൽ മീഡിയയിലൊന്നും അങ്ങനെ ഒരു വലിയ ആളായിട്ട് നരേന്ദ്രമോദി വന്നിട്ടേ ഇല്ല. നരേന്ദ്രമോദി വന്ന 2-3 സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം നരേന്ദ്രമോദിക്ക് എതിരാകുന്ന സാഹചര്യങ്ങളായിരുന്നു. അത് ഞാൻ പറയാം. ഒന്ന്, അംബാനിയെയും അദാനിയെയും കുറിച്ച് പറഞ്ഞു. അംബാനിയെയും അദാനിയെയും കുറിച്ച് പറയുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഏറ്റവും വലിയ വീഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ അംബാനിയെയും അദാനിയെയും കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കൊണ്ടുപോയി കെട്ടിയെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് കള്ളപ്പണം കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. എങ്ങനെ? ടെമ്പോയിൽ പോയിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രധാനമന്ത്രിയല്ലേ ഈ രാജ്യത്ത് ഡിമോണറ്റൈസേഷൻ നടപ്പാക്കി കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത്? ആ കള്ളപ്പണം മുഴുവൻ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നും ആ പണം കെട്ടുകെട്ടുകളായിട്ട് ചാക്കുകളിൽ കെട്ടി ടെമ്പോ വാനിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനമന്ത്രിയാണ്. വളരെ ഒരു ബ്ലണ്ടറായ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഈ പ്രതിപക്ഷത്തെ അല്ല കൂടുതൽ ഞെട്ടിച്ചത്, യഥാർത്ഥത്തിൽ BJP നേതാക്കളെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. ആ ഒരു പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനിടയിൽ നരേന്ദ്രമോദി ആകെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഒഡീഷയിൽ പോയിട്ട് ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളുടെയും പേര് പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചത് വിവാദമായി എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഈ 3-നും 4-നും ഇടയിലുള്ള പ്രചാരണത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ആ സ്പേസ് ആരാണ് ഒക്കുപ്പൈ ചെയ്തത് എന്നുകൂടി വളരെ പ്രധാനമല്ലേ? അത് കെജ്രിവാളായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങളിൽ കെജ്രിവാൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് മാത്രവുമല്ല, കെജ്രിവാൾ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താ നരേന്ദ്രമോദി വീണ്ടും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ പേരിലല്ല, മറിച്ച് 75 വയസ്സ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പേരിലാണ്. വലിയ പ്രതിസന്ധിയായിപ്പോയി BJPക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിരന്ന് നിന്ന് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് BJP മാറി. ആ അർത്ഥത്തിൽ ഈ 3ാം ഘട്ടത്തിനും 4ാം ഘട്ടത്തിനും ഇടയിൽ ഒരു അജണ്ട നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മോദി പ്രഭാവം കാണാനുണ്ടായിരുന്നില്ല. മോദിയുടെ പ്രസംഗങ്ങൾ നാഷണൽ മീഡിയയിൽ എവിടെയും കാണാനുണ്ടായിരുന്നില്ല, പ്രാദേശിക മാധ്യമങ്ങളിലും കാണാനുണ്ടായിരുന്നില്ല. അതേസമയം അരവിന്ദ് കെജ്രിവാൾ സ്റ്റേജ് പിടിച്ചടക്കുകയും പരമാവധി പ്രചാരണത്തിലേക്ക് പോയിക്കൊണ്ട് കൂടുതൽ അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കെജ്രിവാളിന് മാറാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ അരുൺ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ 4 ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. നമ്മളത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ അജണ്ടയോ കോമൺ നറേറ്റീവോ ഉള്ളപ്പോഴാണല്ലോ ആളുകൾ ബ്ലോക്കായിട്ട് ഇറങ്ങിയിട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം 2014 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് UPA ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിരുന്നു, പ്ലസ് മോഡിയുടെ ഒരു ഇമേജും ഉണ്ടായിരുന്നു. അത് ആളുകളെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയരുകയും ചെയ്തിരുന്നു. 2019 നമുക്കറിയുന്നത് പോലെ ഈ പുൽവാമ ബാലാക്കോട്ടിന് ശേഷം ഒരു നാഷണൽ പെട്രിയോട്ടിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ആളുകൾ ഭീകരമായിട്ട് ഇറങ്ങിയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു കോമൺ നറേറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് ചെയ്യാൻ ആളുകളെ പോകാൻ പ്രേരിപ്പിക്കാത്തൊരു കാര്യം. അത് മാത്രവുമല്ല, കോമൺ നറേറ്റീവിനപ്പുറത്ത് 2 കാര്യങ്ങൾ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു ഫെറ്റീഗ് ലെവൽ ഉണ്ടായിരിക്കുന്നു. ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആലസ്യം ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പോൾ ചെയ്യപ്പെടാത്ത വോട്ടെന്ന് പറയുന്നത് BJPയുടെ വോട്ടാണ്. അതാണ് BJP ഏറ്റവും കൂടുതൽ
നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്. ഈ രണ്ടാമത്തെ ഘട്ടത്തിലും മൂന്നാമത്തെ ഘട്ടത്തിലും നാലാമത്തെ ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്തൊരു കാര്യം എന്താ, നിങ്ങൾ എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്യാൻ പോകണമെന്നാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംഘടനാ നേതാക്കളോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും നമ്മുടെ കേഡർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ഉറപ്പാക്കണമെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഇന്ത്യ ബ്ലോക്കിൽ പോകുന്ന വോട്ടല്ല, മറിച്ച് തങ്ങളുടെ ക്യാമ്പിലേക്ക് വരേണ്ട വോട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് പോൾ ചെയ്യപ്പെടാത്തത് എന്നുള്ള ഉത്തമ ബോധ്യം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ളതുകൊണ്ടാണ്. ഇനി കോമൺ നറേറ്റീവ് ഇല്ലെങ്കിൽ BJP ഭയപ്പെടുന്ന ഒരു കാര്യം എന്താ, അതുകൂടിയാണല്ലോ. അതാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതെന്താണെന്നറിയാവോ, ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് മേലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്കിൽ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യും. പിന്നെ ചർച്ചയാവുക എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലെയും MP-മാരുടെ പെർഫോമൻസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ 303 MP-മാരാണല്ലോ BJPക്കുള്ളത്, വലിയ നേട്ടം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ ആ 303 MP-മാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും നടക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ആ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് എപ്പോഴും ഗുണം ചെയ്യുക പ്രതിപക്ഷത്തിനായിരിക്കും. അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ലോക്കൽ ആൻറ്റി ഇൻകംബൻസി വന്നാൽ അത് നമുക്ക് വിനയാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ 303 പേരിൽ ജയിച്ചു വന്ന 303 പേരിൽ 101 പേർക്ക് ആദ്യം തന്നെ സീറ്റ് കൊടുക്കാതിരുന്നത് BJP. അപ്പോൾ ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കുറിച്ച് BJPക്ക് ബോധ്യമുണ്ട്. അപ്പോൾ BJPക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് 4 ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ആൻറ്റി ഇൻകംബൻസി ഏത് ലെവലിൽ, കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ഡലങ്ങളിൽ ഓരോ MP-മാരും ആ പറഞ്ഞ പ്രതിഷേധം നേരിടുന്നു. ഒരു പരിധിയോളം BJPക്ക് നിന്ന് വ്യത്യസ്തമായി മാറി വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ വോട്ടിംഗ് ചെയ്യാതെ മാറി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, തെക്കേ ഇന്ത്യയിൽ വലിയ ലോസാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റൊക്കെയാണ് BJPക്ക്, ആകെ 30 സീറ്റാണ് കിട്ടിയത് തെക്കേ ഇന്ത്യയിൽ നിന്ന്. അതിൽ ഏതാണ്ട് ഒരു 18-17 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങും. അതേപോലെ തന്നെ അടുത്ത ഈ പറയുന്ന 4 ഘട്ടങ്ങളിൽ BJP വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഘട്ടങ്ങളല്ല 4 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് രാജസ്ഥാൻ നമുക്കറിയുന്നത് പോലെ, ഛത്തീസ്ഗഡ്, അസം, അതേപോലെ ഗുജറാത്ത്, പിന്നെ ഇങ്ങനെയുള്ള പിന്നെ കർണാടക, ഓഫ് കോഴ്സ് ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. അന്ന് ഈ ആദ്യത്തെ 3 ഘട്ടത്തിൽ 168 സീറ്റുകൾ നേടി 2019. ആ സീറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ ആ 4 ഘട്ടങ്ങളും അത്ര ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘട്ടങ്ങളുമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മത്സരിച്ചത് ഉത്തർപ്രദേശിലെ കനൌജിലെ അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് കഴിഞ്ഞ പ്രാവശ്യം ആ മണ്ഡലത്തിൽ അഖിലേഷ് യാദവിൻ്റെ വൈഫാണ് മത്സരിച്ചിരുന്നത്, ഡിംപിൾ യാദവാണ്. അവർ തോറ്റുപോയായിരുന്നു. 12,000 വോട്ടാണ്. 12,000 വോട്ടിന് തോറ്റുപോയിരുന്നു. അപ്പോൾ ഒരു സീറ്റ് മാറിയോ, അഖിലേഷ് യാദവ് അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ഘട്ടങ്ങളും ഇനി വളരെ നിർണായകമാണ്. BJP ഈസ് ഗോയിങ് ടു ലൂസ്. തെക്കേ ഇന്ത്യയിൽ നിശ്ചയമായും ലൂസ് ചെയ്യും. ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പ്രതിസന്ധികളാണ് BJPയെ കാത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ടേക്ക്. പിടിക്കുമോ BJP എന്നാണ് ചോദ്യം. കഴിഞ്ഞ തവണത്തെ 29, ഇത്തവണ 48-ലധികം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസമാണ് അമിത്ഷായ്ക്കുള്ളത്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ 12-ലേക്കോ 18-ലേക്കോ ഒതുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഇല്ല, തെക്കേ ഇന്ത്യയിൽ 130 സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിന് മേൽക്കെയുള്ള തെക്കേ ഇന്ത്യയിൽ സീറ്റ് പിടിക്കുക എന്നൊരു ലക്ഷ്യം നേരത്തെ ഉണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് കടക്കില്ല എന്നുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിലായാലും തെലങ്കാനയിലായാലും കഴിഞ്ഞ തവണ അവിടെയാണല്ലോ നേട്ടമുണ്ടായത്. ആന്ധ്രയിലാണെങ്കിൽ 2 കൂട്ടർക്കുമില്ല. പക്ഷേ ഇത്തവണ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം കൂടി ആന്ധ്രയിലേക്ക് പ്രതിഫലിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ വന്ന് മോദി പ്രചാരണം നടത്തിയത് പ്രജ്വൽ രേവണയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രജ്വൽ രേവണ ഇപ്പോൾ ഏത് തരത്തിലുള്ള കേസിലാണ് പെട്ടത്? 1-2 അപ്പോൾ ഈ നാരീശക്തി എന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ തന്നെ പ്രചാരണം നടത്തുന്ന മോദിക്കും BJPക്കുമുള്ള തിരിച്ചടിയായിരിക്കുന്നു പ്രജ്വൽ രേവണ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും കർണാടകയിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തെലങ്കാനയിൽ പറഞ്ഞ ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കി എന്നുള്ള ആത്മവിശ്വാസം കർണാടകയിലും അങ്ങനെ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഗ്യാരണ്ടികൾ പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടിയത്. ആ ഗ്യാരണ്ടികൾ നടപ്പാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, അത് ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കുള്ള പദ്ധതികളാണ് അപ്പുറത്ത് പറയുന്നത്. ഇപ്പുറത്ത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസാണ്. അപ്പോൾ രണ്ടും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആന്ധ്രയിലെ കാര്യം മറിച്ചാണ് താനും. ഇനിയിപ്പോൾ നമ്മൾ ഈ ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഘട്ടങ്ങളിലും ശതമാനം കുറവ്. ഇപ്പോൾ 4ാം ഘട്ടം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ 63% അപ്പോഴും കഴിഞ്ഞ തവണത്തെ ഘട്ടത്തിന് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ 5.6% വരെ കൂടിയേക്കാം. ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നതിനെക്കുറിച്ച് പോലും പ്രതിപക്ഷത്തിന് പരാതിയുണ്ട്. കാരണം അർദ്ധരാത്രിയോടുകൂടി പോളിംഗ് ശതമാനം പറയുന്നു, പിന്നീട് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും വലിയ രൂപത്തിൽ പോളിംഗ് ശതമാനം ഉയർത്തി കാണിക്കുന്നു. ഇതിലൊക്കെ കൃത്രിമമുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിനൊരു പരാതിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ പറയാനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മാറുന്നതിൻ്റെ സൂചന. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് കേജ്രിവാൾ പുറത്തു ഇറങ്ങിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലാണ് ഈ 4ാം ഘട്ടത്തെ
കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. BJP നേതാക്കൾക്ക് മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ, അതായത് മോദിക്ക് ഗ്യാരണ്ടി, മോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും, അതാണല്ലോ ജനം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ മോദി പറഞ്ഞ ഒരു കാര്യമാണ് 75 വയസ്സ് കഴിഞ്ഞാൽ ഇനി പ്രായാധിക്യമുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ വേണ്ട എന്നുള്ളത്. അപ്പോൾ അത് തൻ്റെ കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കാതെ നുണ പറയുകയാണോ കേജ്രിവാൾ? അപ്പോൾ ആ ഗ്യാരണ്ടി ക്ഷമിക്കണം, മോദി ആ ഗ്യാരണ്ടി, ആ ഉറപ്പ് എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അത് കേജ്രിവാൾ ഉയർത്തിയ ചോദ്യമാണ്. അതിന് 1 മണിക്കൂറിന് ശേഷം അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വന്നു. പല നേതാക്കളും BJPയിൽ നിന്ന് പുറത്തുപോയ നേതാക്കളടക്കം ഞങ്ങളൊക്കെ ഇങ്ങനെ പുറന്തള്ളപ്പെട്ടവരാണ്, ഞങ്ങളുടെ കാര്യത്തിൽ അത് നടപ്പാക്കി, പക്ഷേ മോദി അത് ചെയ്യില്ല, സ്വന്തം കാര്യത്തിൽ ചെയ്യില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു ഘട്ടം വരെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിഫലിക്കാൻ ഇരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം എന്താ പറയുക, കടുത്ത വർഗീയതയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം. ഇന്നലെ പോലും അമിത്ഷാ പ്രസംഗിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി MP ഫണ്ടിലെ 70% ന്യൂനപക്ഷത്തിന് നൽകുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് മാത്രം ഇനി മുന്നോട്ട് പോകാനാവുകയുള്ളൂ, ഈ ഒരൊറ്റ വിഷയത്തിൽ ഊന്നി വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നതിലേക്ക് അവർക്ക് വിഷയദാരിദ്ര്യം വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും? ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥി, ഹൈദരാബാദിലെ സ്ഥാനാർത്ഥി, നേരത്തെ തന്നെ വിവാദം ഉണ്ടാക്കിയ മാധവി, ആ സ്ഥാനാർത്ഥി ചെയ്ത കാര്യം നമുക്കറിയാലോ, പർദ്ദ പൊക്കി വോട്ടർമാരുടെ വോട്ടർ ID പരിശോധിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ കയറി പരിശോധന നടത്താനാകുക? പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതി പറയാം എന്നതിനപ്പുറം സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിരിക്കുന്നു. ന്യൂനപക്ഷം ആ രൂപത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ന്യൂനപക്ഷമല്ല മുഴുവൻ തീരുമാനിക്കുക എന്നിരുന്നാൽ പോലും മതേതര പക്ഷമാണ് ഇവിടെ കൂടുതൽ ഉള്ളത്. അവരുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്നും ഭരണഘടന ചീന്തിയെറിയും മോദി അധികാരത്തിൽ വന്നാൽ എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ അതിന് മറുപടി പറയേണ്ട അവസ്ഥ. ഇപ്പോൾ എന്താണോ പ്രതിപക്ഷം നേതാക്കൾ പറയുന്നത്, തൊട്ട് പിന്നാലെ മറുപടി വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. മുമ്പാണെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കും, പരിഹസിക്കും. ഇപ്പോൾ അങ്ങനെ അതിന് കൃത്യമായി മറുപടി പറയും. ഞങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്, ഭരണഘടന അമ്മയാണ്, ദൈവമാണ് എന്നൊക്കെ പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 400 പാർ എന്നുള്ളത് നോക്കുകയേ വേണ്ട. എത്രയോ അകലെ ആയിരിക്കാം, ഒരുപക്ഷെ ഭരണത്തിലേറിയേക്കാം, പക്ഷേ ആ ഭരണം ദുർബലമായ ഭൂരിപക്ഷം കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാണ് 4ാം ഘട്ടം നൽകുന്നത്. ഇനിയാണ് 5ഉം 6ഉം 7ഉം എന്ന് പറയുന്നത് പ്രധാനമാണ്. 5ലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആപ്പിന് സ്വാധീനമുള്ള മേഖലകൾ വരുന്നു. മാത്രമല്ല ഇനിയെടുത്ത 5ാം ഘട്ടത്തിലാകുമ്പോഴേക്കും കേജ്രിവാൾ ഒറ്റയ്ക്കായിരിക്കില്ല. കേജ്രിവാൾ, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ഒക്കെ ഒരുമിച്ചുള്ള ഒരു പ്രചാരണം നമുക്ക് കാണാം. തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യ പിടിക്കുമോ എന്ന ചോദ്യത്തിന് തെക്കേ ഇന്ത്യ പിടിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. എന്തുകൊണ്ടെന്നാൽ പ്രധാനമായും 3-4 ചലഞ്ചുകൾ BJP NDA മുന്നണി തെക്കേ ഇന്ത്യയിൽ മാത്രം നേരിടുന്നുണ്ട്. ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു നമ്പർ ചലഞ്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായി തന്നെ സൗത്ത് ഇന്ത്യയിൽ NDAയ്ക്കുണ്ട്. 2, അവിടെ ഒരു നേതാ ചലഞ്ചുണ്ട്. വെങ്കയ്യ നായിഡുവിനും ജനകൃഷ്ണമൂർത്തിക്കും ശേഷം യെദ്യൂരപ്പയല്ലാതെ മറ്റൊരു നേതാവിനെ തെക്കേ ഇന്ത്യയിൽ നിന്ന് എടുത്തു കാണിക്കാൻ BJPക്ക് ഇല്ലാതെ പോകുന്നത്. ഞാനത് വിശദീകരിക്കാം. 3ാമത്തെ പ്രധാനപ്പെട്ടത് ഒരു ടെംപ്ലേറ്റിൻ്റെ ചലഞ്ചുണ്ട്. എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ BJPയും NDAയും ഉപയോഗിക്കുന്ന ഈ പ്രചരണത്തിൻ്റെ തന്ത്രങ്ങളൊന്നും തെക്കേ ഇന്ത്യയിൽ വിലപ്പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ പ്രചരണത്തിൻ്റെ ടെംപ്ലേറ്റ് എടുത്ത് തെക്കേ ഇന്ത്യയിലെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ BJPക്ക് കഴിയുന്നില്ല. ദാറ്റ് ഈസ് എ 3rd ചലഞ്ച്. ആൻഡ് ദർ ഈസ് എ 4th ചലഞ്ച്. 4ാമത്തത് വിശാലമായതാണ്. അത് കം ഫാക്ട്. നമ്മൾ പണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുണ്ട്. ഇത്തവണ കം ഫാക്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് BJP ആണ്. പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ക്ഷത്രിയ വിഭാഗം ഒരു ഭാഗത്തായി കഴിഞ്ഞു, ആദിവാസികൾ, ഹരിജൻ വിഭാഗങ്ങൾ, മുസ്ലിം കാറ്റഗറി, ഇത് 3ഉം 4ഉം പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഒരെണ്ണം മാറ്റി നിർത്തിയാൽ ബാക്കി 3നും നിർണായകമായ സ്വാധീനമുള്ള മേഖല കൂടിയാണിത്. അപ്പോൾ ഈ ഓരോ ഘടകങ്ങൾ നമ്മൾ വിശദീകരിച്ചാൽ എന്തുകൊണ്ടാണ് സംഖ്യാപരമായൊരു വെല്ലുവിളി BJP നേരിടുന്നത്? നിങ്ങൾ നോക്കൂ, 1998 മുൻപ് തെക്കേ ഇന്ത്യയിൽ പരമാവധി BJP നേടിയിരുന്നത്, BJPയുടെ സഖ്യങ്ങൾ നേടിയിരുന്നത് പരമാവധി 7 സീറ്റുകൾ വരെയായിരുന്നു. അതിനുശേഷമാണ് BJP അവയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് കർണാടകയുടെ കരുത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ പോലും 99-ലും 2004-ലും 18 സീറ്റ് വർദ്ധിപ്പിക്കുന്നു, 2009-ൽ 19 സീറ്റാവുന്നു, 2014-ൽ 21 സീറ്റാവുന്നു, 2019 എത്തുമ്പോഴേക്കും ഗ്രാഫ് ഉയർന്ന് 29 ആവുന്നു, താങ്ക്സ് ടു കർണാടകയിൽ 25ഉം പിടിച്ചുകൊണ്ട് BJP എത്തുന്നു, 4 സീറ്റ് തെലങ്കാനയിൽ കിട്ടുന്നു. അപ്പോൾ ഇത് ലോക്സഭയിലേക്ക് കൊടുത്തതാണെങ്കിൽ ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കണം. ലോക്സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡുകൾ BJPക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 2014-ലും 2019-ലുമാണ്. അവിടെ അതും 2004-ൽ പോലും 1999-ലും 2004-ലും 18 സീറ്റുകൾ കൂടി കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ BJP ഏതെങ്കിലും തരത്തിലുള്ള നരേറ്റീവ് ഫിക്സ് ചെയ്യുമ്പോൾ
സ്റ്റേറ്റിനു കിട്ടുന്ന ഒരു പ്രാമുഖ്യം കൂടി, അഥവാ സംസ്ഥാന നിയമസഭയിലുള്ള വിധിയെഴുത്തു കൂടി പല ഘട്ടങ്ങളിൽ ചേർന്നാണ് കർണാടകയിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കർണാടകയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള പെർസെൻറ്റേജും കൂടി നമ്മളൊന്ന് പരിഗണിക്കണം. 96 മുതലുള്ള കണക്ക് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ BJPക്ക് കഴിഞ്ഞ 6 തിരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിൽ പരമാവധി കിട്ടിയിരിക്കുന്നത് 32 സീറ്റുകളാണ്. നമ്മൾ കർണാടകയിലെ BJPയുടെ സാന്നിധ്യം ഒഴിച്ചു നിർത്തിയാൽ. എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ദക്ഷിണേന്ത്യയിൽ കാര്യമായി പെർഫോമൻസ് നടത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് കർണാടക ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ പ്രാദേശികമായൊരു നേതൃത്വത്തെ വാർത്തെടുക്കുന്നതിൽ BJP പരാജയപ്പെട്ടത്. അവിടെ അണ്ണാമലൈ ഒരു ഫാക്ടറാണ്. തീർച്ചയായും അവിടെ BJP അതൊരു സ്ട്രാറ്റജിക്കലി അവിടെ ഒരു നേതാവിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ആ അണ്ണാമലൈ അവിടെ ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ചുരുങ്ങിയ പോക്കറ്റുകളിലേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. കോയമ്പത്തൂരിൽ ഒരു പക്ഷേ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കോയമ്പത്തൂരിൽ വെല്ലുവിളി അണ്ണാമലൈ ഉയർത്തുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അണ്ണാമലൈ പ്രഭാവം തമിഴ്നാട്ടിൽ മറ്റെങ്ങും കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ നേതാ ചലഞ്ച് ഉള്ളത്. ഇവിടെ ആ നേതാ ചലഞ്ചിന് നേരിടാൻ യെദ്യൂരപ്പ ഇന്നിപ്പോൾ ആക്റ്റീവ് അല്ല കർണാടകയിൽ. ലിംഗായത്ത സമൂഹത്തിൻ്റെ വോട്ട് BJPക്കൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒക്കലിംഗയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനതാദൾ എസിനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ ഒക്കലിംഗ വിഭാഗത്തിൻ്റെ പിന്തുണ തങ്ങൾക്ക് കിട്ടുമെന്ന് കരുതി. പക്ഷേ DK ശിവകുമാർ വളരെ ഇൻഫ്ലുവൻഷ്യലായി കഴിഞ്ഞിരിക്കുന്നു. അധികാരമുള്ള ഒക്കലിംഗ നേതാക്കൾക്കൊപ്പമാണ് കർണാടകയിൽ എപ്പോഴും ഒക്കലിംഗ നിലയുറപ്പിക്കുന്നത്. അധികാരമുള്ള ലിംഗായത്ത നേതാവിനോടൊപ്പമാണ് ലിംഗായത്ത സമൂഹം എപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഇന്ന് യെദ്യൂരപ്പ കർണാടകയിൽ അധികാരത്തിൽ ഇരിക്കുന്നയാളല്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മകനോട് അദ്ദേഹത്തിൻ്റെ പിന്തുണ ലിംഗായത്ത സമൂഹം അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്നതുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മറുഭാഗത്ത് കോൺഗ്രസ് വളരെ സജീവമാണ്. അപ്പോൾ കർണാടകയിൽ അത് സാധ്യമല്ല. തെലങ്കാനയിലേക്ക് വന്നാൽ നേരത്തെ അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് അവിടെ കിട്ടുന്ന ആഡഡ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അവിടെയുള്ള 4 സീറ്റുകൾ നിശ്ചയമായും 17 സീറ്റുകളിൽ 4 സീറ്റുകൾ എന്നുള്ളത് 2 സീറ്റുകൾക്കപ്പുറത്തേക്ക് BJP കടക്കാനുള്ള സാധ്യതയും കുറവാണ്. ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് TDPയുടെ സഖ്യം ചേരുന്നതോടുകൂടി ഒരു പക്ഷേ 2 പരമാവധി 3 സീറ്റുകൾ BJPക്ക് നേടാൻ സാധിക്കുക. അതും BJP ഒറ്റയ്ക്കാണെങ്കിൽ. ബാക്കി TDPക്കാണ്. പക്ഷേ TDPക്ക് അവിടെ വലിയ ഫേസേ ഇല്ല. കാര്യം BJP നമ്മൾ കണ്ടതാണ് അവിടെ ഈ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ചന്ദ്രബാബു നായിഡു നടത്തിയ അഴിമതിയുടെ പേരിൽ BJP ശിക്ഷിച്ച് ജയിലിലിട്ട് കൊണ്ടുപോയ ചന്ദ്രബാബു നായിഡു മറുപക്ഷം ചേരുമ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ വന്ന് വെളുത്തു വരുന്നത് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ കണ്ടതാണ്. YSRCP അടക്കമുള്ളവർ അത് പ്രചരണത്തിൽ ഉപയോഗിച്ചതാണ്. ശർമിള അത് നിരന്തരം പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും ചന്ദ്രബാബു നായിഡുവിന് ആ കറപ്ഷൻ്റെ നിഴലിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറുമാണ്. അപ്പോൾ TDP ആവട്ടെ BJP ആവട്ടെ ആന്ധ്രാപ്രദേശിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. എന്നുവെച്ചാൽ വെങ്കയ്യ നായിഡുവിന് ശേഷം ജനാകൃഷ്ണമൂർത്തിക്ക് ശേഷം ജനാകൃഷ്ണമൂർത്തിയൊക്കെ BJPയുടെ പ്രാദേശിക നേതൃത്വത്തിൽ ഉയർന്നു വന്ന ആളെയല്ല. അവിടെ ഒരു RSS നേതാവായി വരികയും അതിനുശേഷം പിന്നീട് നേരിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ മാത്രം പിന്തുണയോടുകൂടി ശക്തനാവുകയും ചെയ്തൊരു നേതാവാണ്. നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ജനാകൃഷ്ണമൂർത്തി അന്നത്തെ ഭാരതീയ ജനസംഘിൽ നിന്ന് ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുന്ന ഘട്ടത്തിൽ തമിഴ്നാടിൻ്റെ അല്ല പകരം BJPയുടെ സൗത്ത് ഇന്ത്യൻ ഫേസ് ആയിട്ട് മാറാൻ ശ്രമിച്ചെങ്കിലും അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ജനാകൃഷ്ണമൂർത്തിക്ക് പോലും കഴിയാതിരുന്നത് അണ്ണാമലൈക്ക് സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഒരു നേതാക്കളുടെ അഭാവമുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കപ്പുറം ഒരുപക്ഷെ V മുരളീധരൻ, ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ, ഇവരൊന്നും കേരളത്തിൻ്റെ ലീഡർഷിപ്പ് ഫേസേ അല്ല BJPയെ സംബന്ധിച്ചിടത്തോളം. അത് ദേശീയതലത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ക്രൗഡ് പുള്ളേഴ്സ് ആയിരിക്കുന്ന നേതാക്കന്മാർ ദക്ഷിണേന്ത്യയിലില്ല. അത് വെങ്കയ്യ നായിഡുവിനും ജനാകൃഷ്ണമൂർത്തിയും നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ക്രൗഡ് പുള്ളേഴ്സി ആയിരുന്നില്ല. അണ്ണാമലൈ ഒരു എക്സെപ്ഷൻ കേസാണ്. പക്ഷേ അണ്ണാമലൈക്ക് സ്വാധീനം കോയമ്പത്തൂരിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. അപ്പോൾ നേതാ ചലഞ്ചുണ്ട്, നമ്പർ ചലഞ്ചുണ്ട്. തേർഡ് ഫാക്ടറാണ് ടെംപ്ലേറ്റ് ചലഞ്ച്. നിങ്ങൾക്ക് എന്താണ് രാമരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തെക്കേ ഇന്ത്യയിൽ പറയാൻ കഴിയില്ല. ഹിന്ദിയെക്കുറിച്ച് പറയാൻ കഴിയില്ല, ഹിന്ദുവിനെക്കുറിച്ച് പറയാൻ കഴിയില്ല, ഹിന്ദുത്വത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയുക? വികസനത്തെക്കുറിച്ചാണ്. അവിടെയാണ് പരകാല പ്രഭാകർ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്. നിങ്ങൾ നോക്കൂ, BJP ഭരിക്കാത്ത കേരളത്തിൽ 1006 സ്ത്രീകൾ പ്രസവ സമയത്ത് മരിക്കുമ്പോൾ അത് അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. എന്നാൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ 1048 സ്ത്രീകൾ മരിക്കുമ്പോൾ അത് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റാൻഡേർഡാണ്.
നിങ്ങൾക്ക് വേണ്ടത് അഫ്ഗാനിസ്ഥാൻ സ്റ്റാൻഡേർഡ് ആണോ അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ആണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ സ്വാഭാവികമായും BJP പരാജയപ്പെടും. അതാണ് പ്രകാല പ്രഭാകർ പറയുന്നത്. ആരാണ് പ്രകാല പ്രഭാകർ? നിർമ്മലാ സീതാരാമന്റെ ഭർത്താവാണ്. അപ്പോൾ സൗത്തിലുള്ള ഈ വികസനത്തിന്റെ ടെംപ്ലേറ്റ് BJPക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, നോർത്തിലുള്ള ഹിന്ദുത്വത്തിന്റെ ടെംപ്ലേറ്റും ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കച്ചത്തീവ് പോലെയുള്ള കാര്യങ്ങളിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. കച്ചത്തീവ് ആര് കത്തിച്ചാണെന്നറിയാമോ? കച്ചത്തീവ് കത്തിച്ചത്, ഞാൻ അതുകൊണ്ടാണ് ജനകൃഷ്ണമൂർത്തിയുടെ പേര് പറഞ്ഞത്. ഈ കച്ചത്തീവ് ആദ്യം കത്തിക്കാൻ ശ്രമിക്കുന്നത് ജനകൃഷ്ണമൂർത്തിയാണ്. അമ്പെ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം വീണ്ടും കച്ചത്തീവ് എടുത്ത് പ്രയോഗിച്ചു. എങ്ങും കത്തിപ്പിടിച്ചില്ലെന്ന് മാത്രമല്ല, പുക പോലും വന്നില്ല കച്ചത്തീവിന്റെ കാര്യത്തിൽ. ആ പ്രചരണം വിട്ടു. സനാതനധർമ്മം എടുത്തിട്ടു. ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല, വിട്ടുകളഞ്ഞു. അപ്പോൾ BJPക്ക് സൗത്ത് ഇന്ത്യയിൽ പ്രയോഗിക്കാൻ ഒരു ടെംപ്ലേറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്പർ ചലഞ്ച്, നേതാ ചലഞ്ച് ആൻഡ് ടെംപ്ലേറ്റ് ചലഞ്ച്, ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളും സൗത്ത് ഇന്ത്യയിൽ BJPയുടെ സാധ്യത കുറയ്ക്കുന്നു എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഇക്കുറിയും BJP സൗത്ത് ഇന്ത്യ പിടിക്കില്ല എന്നാണ് എൻ്റെ ടേക്ക്. തെക്ക് പിടിക്കുമോ BJP? സുജയ, പിടിക്കാനാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിടിക്കാതെ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെക്കു പിടിക്കും എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് അവർ പലതവണ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയും അത്രയും ഒരു കോൺഫിഡൻസോട് കൂടി 2 നേതാക്കൾ, അതും എല്ലാ ചാണക്യതന്ത്രങ്ങളും അറിയാവുന്ന 2 നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, തെക്ക് പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ കരുതുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത്, അതിലേക്ക് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ പോകുന്നു, ഭാരതം മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി. അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 4ാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ അടക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ഓരോ ഘട്ടത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് അക്കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ള ഒരു പാർട്ടിയാണ് BJP. അതോടൊപ്പം തന്നെ NDA. സമാനമായ ഒരു മെക്കാനിസം ഇന്ത്യ ബ്ലോക്കിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ തമ്മിൽ ഓരോ പാർട്ടിയും ചേർന്ന് സമാഹരിക്കാൻ പോകുന്ന വോട്ട് എത്രയായിരിക്കും ഓരോ മണ്ഡലത്തിലും എന്ന് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചു. അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ അത് പറയാൻ കഴിയും. കാരണം അത് പ്രെഡിക്റ്റബിൾ ആണ്. സമാജ്വാദി പാർട്ടിയുടെ എഡ്ജ് എത്രയാണ്, എത്രമാത്രം അവർക്ക് വോട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ അതല്ല അവസ്ഥ. ഈ 96 മണ്ഡലങ്ങളിലെയും കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പരസ്പരം മത്സരിച്ച ആളുകളുണ്ട്. അപ്പോൾ വിഭജിച്ചു പോയ വോട്ടുകൾ ഇവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക്, ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പൂൾ ചെയ്യാനായി വോട്ടർമാർ കൂടി തയ്യാറാകണം. അതിനുള്ള മെക്കാനിസം ഇന്ത്യ ബ്ലോക്ക് എത്രത്തോളം ആവിഷ്കരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ പോയി അതുപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പോയി വോട്ട് ചെയ്യാനായി അത്രയും കാലം തങ്ങളുടെ പാർട്ടിയുടെ എതിർഭാഗത്ത് നിന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോയി ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ പോയി വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വളരെ റെലവൻ്റ് ആണ് എന്നത് ഞാൻ കരുതുന്നു. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അഡ്വാൻറ്റേജ് ആയി മാറാൻ പോകുന്ന കാര്യം. ഈ 2019 നടത്തിയതുപോലെയുള്ള ഒരു തരംഗമൊന്നും വേണ്ട. ആ തരംഗത്തിന് പകരം ഈ അനുകൂലമായുള്ള ഘടകങ്ങൾ അവിടെ വളരെ കൃത്യമായി കിടക്കുന്നുണ്ട്. അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് പോകാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ 4ാം ഘട്ടം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4ാം ഘട്ടത്തിൽ 96 സീറ്റുകളിൽ NDA 75 സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവരുടെ പ്രൊജക്ഷൻ. ആഫ്റ്റർ പോളിംഗ് ആണ് ഞാൻ പറയുന്നത്. 96ൽ 75 സീറ്റ് NDA, BJP ഒറ്റയ്ക്ക് 96ൽ 56 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് അവർ കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നത്. അത് ആന്ധ്രാപ്രദേശിൽ BJPക്ക് 3 സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ. 25ൽ 19 സീറ്റ് വരെ അത് NDA ആയി കൺവേർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. അത്രയും സീറ്റുകൾ എന്നുള്ള കൃത്യമായി ആന്ധ്രാപ്രദേശാണ് അവർ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പോകുന്ന സംസ്ഥാനം എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് ഈ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ജൂൺ 4-ാം തീയതി ബോധ്യമാകുന്ന കാര്യവുമാണ്. തെലങ്കാനയിൽ 17ൽ 12 വരെ NDAയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന 13 സീറ്റുകൾ, അതിൽ 12 എണ്ണവും BJPക്കുള്ളതാണ്. ഒരു സീറ്റിൽ മാത്രമായിരിക്കും, അതായത് അഖിലേഷ് യാദവ് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജയിക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളായാലും അതുപോലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ്. 13ൽ 12. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ 11ൽ 9 സീറ്റുകളും അതിൽ BJP തന്നെ 6 സീറ്റ് നേടുമെന്നുള്ളതാണ് അവരുടെ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള കാൽക്കുലേഷനിൽ വരുന്നത്. പശ്ചിമ ബംഗാളിലാണ് മറ്റൊരു നേട്ടം കൂടുതലായി, അതായത് കഴിഞ്ഞ തവണ നേടിയ 18ൽ നിന്നും 12 സീറ്റ് കൂടി അധികമായി നേടാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലാണ്. അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന 8 സീറ്റുകളിൽ 5 എണ്ണത്തിലും BJP വിജയിക്കാൻ പോകുന്നു. മധ്യപ്രദേശിൽ പിന്നെ ക്ലീൻ സ്വീപ്പാണ്. അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ചയുടെ ആവശ്യമേ ഇല്ല. മധ്യപ്രദേശ്. ബീഹാറിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു. 5ൽ 4 സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള നേട്ടം തന്നെ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നു. ജാർഖണ്ഡിലും ക്ലീൻ സ്വീപ്പാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് 4 സീറ്റുകളാണ്, അതിൽ 4 നേടാൻ പോകുന്നു. ഇനി തെക്കേക്ക് വന്നു കഴിഞ്ഞാൽ തെക്കിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? ഈ വർഷം കൃത്യമായി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ 4-1 വരുള്ളൂ ഇങ്ങോട്ടുള്ള തെക്കേ ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകളും
എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ 8 ആഴ്ചക്കിടയിൽ 10 തവണയാണ് തമിഴ്നാട്ടിൽ വന്നത്. മുഴുവൻ സൗത്ത് ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം 2024 മാത്രം ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം വരെ 20 തവണ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ ഈ തെക്കേ ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം GDP കൂടിയാണ്. ഈ 2024 ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ MP-മാർ ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു കൃത്യമായ തീരുമാനമുണ്ട്. 2019 കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. 130-ൽ 29 സീറ്റുകൾ മാത്രമാണ്. അതിൽ കർണാടകത്തിൽ 25 പ്ലസ് ഒരാൾ സ്വതന്ത്രയായി BJP പിന്തുണയോടുകൂടി വിജയിച്ച സുമലത. അങ്ങനെ നോക്കുമ്പോൾ 30. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വരാൻ പോവുക എന്നുള്ളതിന് കർണാടകത്തിൽ നേരത്തെ കണ്ട പാറ്റേൺ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന്, DK ശിവകുമാറിന് ഒക്കെ വലിയ സാധ്യത കൽപ്പിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ചിന്തിപ്പിച്ച ഘടകമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കർണാടകയിൽ ഒരേ പാറ്റേൺ അല്ല പിന്തുടരുന്നത് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ സ്ഥിതി വെച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. 224 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് ഇപ്പോൾ 42% വോട്ട് ഷെയർ ഉണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് കിട്ടാൻ പോകുന്നില്ല എന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ ആഞ്ഞടിക്കേണ്ട ഭാഗത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ആ വിഷയം സജീവ ചർച്ചയാകുന്നത് എന്ന ഫാക്ടർ നമ്മൾ കാണാതെ പോകരുത്. മറുഭാഗത്തുള്ള 14 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. അവിടെയൊന്നും ഈ വിഷയമൊന്നും ചർച്ചയായിട്ടേ ഇല്ല. നമ്മൾ കേരളത്തിലിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകരിരുന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ കർണാടകത്തിൽ അതൊന്നും ചർച്ചയായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പിന്നെ 4 സംസ്ഥാനങ്ങളാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഒരു ടാർഗറ്റ്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്. അത് 109 സീറ്റുകൾ വരും. അതിൽ നിന്നാണ് 29 കിട്ടിയത്. ബാക്കി നമ്മൾ കേരളം ഇതുവരെ കിട്ടിയിട്ടുമില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, ആ 109-ൽ 29-ൽ നിന്ന് ഇക്കുറി എത്ര കൂടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 സംസ്ഥാനങ്ങൾ, അതിൽ അമിത്ഷാ പറയുന്ന കണക്ക് എങ്ങനെയാണ് ഈ 400-ലധികം കിട്ടുക എന്നാണ് ഈ അഭിമുഖങ്ങളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്. കാരണം നിങ്ങളും പറഞ്ഞതുപോലെ ഈ 400 എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാനേ പോകുന്നില്ല എന്നാണ് സ്മൃതി മാഡം പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും നമുക്ക് ജൂൺ 4-ാം തീയതി നോക്കിയേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്ന് അതേക്കുറിച്ച് വിധി എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിന് ഒന്നും പറയുന്നില്ല. അപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 2 സീറ്റുകൾ വരെ കേരളത്തിൽ കിട്ടുമെന്നാണ് അവരുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. ആന്ധ്രാപ്രദേശിൽ 18 സീറ്റും തെലങ്കാനയിൽ 10 മുതൽ 12 സീറ്റുകൾ വരെയും എന്നുള്ള കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഇതിനകം തന്നെ അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെ ആയാലും അവിടെ കൃത്യമായി നരേന്ദ്രമോദി എന്ന ഫിഗർ, അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ, ഒപ്പം അവിടെ നടത്തിയിരിക്കുന്ന പല ചെറുകക്ഷികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, അതെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി സീറ്റായി മാറാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇനി എന്തായിരുന്നു പ്രചാരണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾ പറഞ്ഞ 75 വയസ്സ്, അത് കെജ്രിവാൾ വന്ന് ആദ്യം തന്നെ എടുത്തിടുന്നത് ആരായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മറുചോദ്യമായിട്ടാണ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലെ ആരും ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം എടുത്തിട്ടുകൊണ്ട് ഒരു ഫ്രഷ് നറേറ്റീവാണ്. ശരിക്കും കെജ്രിവാൾ വന്നപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ സ്വരം ശക്തമായി കേട്ടു തുടങ്ങിയത് എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും ആദ്യ 3 ഘട്ടങ്ങളിലും കെജ്രിവാൾ പ്രചാരണ രംഗത്തില്ലാതിരുന്ന ആദ്യ 3 ഘട്ടങ്ങളിലും സ്ട്രോങ് ആയി ഇത്രയും കടന്നാക്രമിക്കുന്ന തരത്തിൽ നേതാക്കളൊന്നും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 75 വയസ്സാകില്ലേ സെപ്റ്റംബർ 17 ആകുമ്പോൾ, അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? അതെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് അറ്റാക്കാണ്. ആ ഒരു ഡയറക്റ്റ് അറ്റാക്കിന് ഇതുവരെ ആരും ഡെയർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കെജ്രിവാൾ ആ ഡെയർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡെയറിനുള്ള മറുപടി ഇവർ തിരിച്ചു കൊടുക്കുന്നതും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ആൻസറാണ്. അതായത് കെജ്രിവാളിന് അറിയാം നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് പൊസിഷൻ കിട്ടില്ല. അപ്പോൾ ഭരണത്തിൽ വരുന്നത് ആരാ? NDA. അത് കെജ്രിവാളിന് പോലും ഷുവറാണ് എന്ന ഒരു കൗണ്ടർ നറേറ്റീവ് കൃത്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട്. അതായത് കെജ്രിവാൾ കൃത്യമായ ഒരു അമ്പ് എയ്ത് വിട്ടു, പക്ഷേ അതിനേക്കാൾ വലുത് തിരിച്ചിങ്ങോട്ട് എയ്തുകൊണ്ട് ആ പ്രതിരോധത്തിൻ്റെ മുനയൊടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി 75 വയസ്സാകുമ്പോൾ പാർട്ടി ചുമതലകളിൽ നിന്ന് പിന്മാറുമെന്നോ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറുമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. മാത്രമല്ല ഞാൻ കരുതുന്നില്ല പാർട്ടിയുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള രേഖകളിലോ എവിടെയെങ്കിലും ഈ 75 വയസ്സ്, അത് മറ്റ് നേതാക്കൾ മാറി നിന്നു എന്നതല്ല, അത് നിങ്ങൾ മാറിയിരിക്കണം. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി വരുന്നു, 3-ാം വട്ടവും പ്രധാനമന്ത്രിയാകുന്നു. അപ്പോൾ നരേന്ദ്രമോദി മാറേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എതിർ സ്വരം, അതായത് കെജ്രിവാൾ ഇരുന്ന് ഇപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം 75 വയസ്സായല്ലോ, നിങ്ങൾ അദ്വാനിയെ മാറ്റിയില്ലേ, നിങ്ങൾ ഇന്നയാളെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. ആ പാർട്ടിയുടെ മുതിർന്ന ആളുകൾക്ക് ഇരുന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമായി അവർക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതായിരിക്കും സംഭവിക്കാൻ പോവുക എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നരേന്ദ്രമോദി 3-ാം ടേം പൂർത്തിയാക്കാതെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളത് കെജ്രിവാളിന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളെക്കാളും വളരെ കൃത്യമായി ഡെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഡെയറിലൂടെ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു വെക്കുകയും ചെയ്യാണ് കെജ്രിവാൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീറ്റിൻ്റെ കണക്കുകൾ പറഞ്ഞല്ലോ.
എത്ര സീറ്റ് കിട്ടും ഓരോ ഘട്ടവും കഴിയുമ്പോൾ. അതായത് ആദ്യ 3 ഘട്ടം കഴിയുമ്പോൾ 283 സീറ്റുകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായത്. ഇപ്പോൾ 96 കൂടി ചേർക്കുകയാണെങ്കിൽ 379 സീറ്റുകളിൽ ജനം വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ എത്ര കിട്ടുമെന്നാണ് അവർ പറയുന്നത്? ഈ ആദ്യ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നിയറിംഗ് 190. അപ്പോൾ ഇത്തവണത്തെ ഇപ്പോൾ നടക്കുന്ന നാലാം ഘട്ടത്തിൽ 75 പറയുന്നത്. അപ്പോൾ തന്നെ ഏകദേശം പകുതി ഭൂരിപക്ഷം കഴിഞ്ഞു. അതെ, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 3 ഘട്ടങ്ങൾ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മാഡം പറഞ്ഞതുപോലെയല്ല. അടുത്ത 3 ഘട്ടം എന്ന് പറയുന്നത് BJPക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. കാരണം 400+ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും കൃത്യമായ മെക്കാനിസവും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ഇടങ്ങളിലും നമ്മൾ ഈ പുറമേ കാണുന്ന പ്രചാരണം മാത്രമല്ല, താഴെത്തട്ടിൽ വളരെ കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്താൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം BJP എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. കൂട്ടിച്ചേർക്കാം. ഉണ്ട് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 283 സീറ്റുകളിലാണല്ലോ 3 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായത്. 3 ഘട്ടങ്ങളിൽ അതിൽ 168 സീറ്റാണ് NDAക്കുള്ളത്. 168 സീറ്റ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ തമിഴ്നാടും കേരളവും ഒക്കെ ആ ഘട്ടത്തിലാണ് പൂർത്തിയായിട്ടുള്ളത്. വലിയ വിജയമാണല്ലോ. 19 സീറ്റുകൾ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ BJPക്കെതിരായി പോൾ ചെയ്യപ്പെട്ടു. അപ്പോൾ 168 സീറ്റുകൾ 283 സീറ്റുകളിൽ ലഭിച്ചു എന്ന് പറയുന്നത് ബാലാക്കോട്ട് തരംഗത്തിൻ്റെ കാലത്താണെന്ന് ആലോചിക്കണം. 168. ഇപ്രാവശ്യം ഈ 283 സീറ്റിൽ ഒരു തരംഗവും ഇല്ലാതെ BJP കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 190 സീറ്റ് കിട്ടുമെന്നാണ്. അതായത് ബാലാക്കോട്ടിനേക്കാളും വലിയ വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനി 2014 മോഡി തരംഗം ഉണ്ടായിരുന്ന സമയത്ത് തമിഴ്നാട്ടിലൊരു സീറ്റുണ്ട്, പൊൻ രാധാകൃഷ്ണൻ, കന്യാകുമാരിയിൽ നിന്ന്. 2019 ബാലാക്കോട്ട് തരംഗം ഉണ്ടായിട്ടും കന്യാകുമാരി തോറ്റുപോയി. പൊൻ രാധാകൃഷ്ണൻ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. അല്ല പറയാ, ഇനി ഈ കണക്കിനകത്തൊരു യാഥാർത്ഥ്യം വേണമല്ലോ, ഫാക്ട് വെച്ചിട്ടാണ്. പിന്നെ ഇപ്പം നടന്ന 96 സീറ്റ്, 96 സീറ്റിൽ 47 സീറ്റാണ് BJPക്കുള്ളത്. അവിടെയാണ് 72 സീറ്റ് BJP ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് കാൽക്കുലേഷൻ? അപ്പോൾ ഇതിൻ്റെ ഇത് വെറുതെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് വസ്തുതകളുടെ ഒരു അടിസ്ഥാനം കൂടി ഇത് പറഞ്ഞു കൊടുത്തോട്ടെ. വസ്തുതകൾ കൂടി ഇവിടെ പിൻബലം വേണം. അതായത് ഏറ്റവും രാജ്യത്ത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വധത്തിൻ്റെ തരംഗം കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2019 ഇറ്റ് വാസ് എ ഹ്യൂജ് വേവ്. അത് ഈ പറയുന്ന പുൽവാമ ബാലാക്കോട്ടിൽ ഭയങ്കരമായൊരു ദേശീയ വികാരം ആളിക്കത്തിക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞിരുന്നു. ആ കാലത്ത് പോലും കിട്ടാത്ത സീറ്റിൻ്റെ പ്രൊജക്ഷനാണ് ഈ അൺഫോർച്ചുനേറ്റ് ആളുകളെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഒരു മായികാ ലോകത്ത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഫാക്ച്വലി അത് ശരിയല്ല. അതാണ് ഒരു കാര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തരംഗമില്ല എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിസർവേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. സംവരണം എന്ന് പറയുന്നത്, അതായത് OBC അടക്കമുള്ള SC ST വിഭാഗങ്ങളുടെ എല്ലാം സെൻസസ് എടുത്തുകൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ആനുപാതികമായി സംവരണത്തെ ഉയർത്തുമെന്ന് പറയുന്നൊരു മുദ്രാവാക്യം വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ സജീവമായ ചർച്ചയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാവോ? ഈ പറയുന്ന മോദി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഴ്ച എന്താണെന്നറിയാവോ? അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിലെമ്പാടുമുണ്ട്. അതിലേറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന അഗ്നിവീർ എന്ന് പറയുന്ന ആ പ്രോജക്റ്റ്. എല്ലാവർക്കും ഈ പറയുന്ന മിലിറ്ററിയിൽ പട്ടാളത്തിലേക്ക് ജോലി കിട്ടുന്നൊരു സ്വഭാവമുണ്ട് വടക്കേ ഇന്ത്യയിൽ. അതാണ് തകേന്നങ്ങ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു പട്ടാളക്കാരനുണ്ടാവും. നിങ്ങൾ ഹരിയാനയിൽ പോയാൽ, നിങ്ങൾ പഞ്ചാബിൽ പോയാൽ, നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയാൽ മിക്കവാറും ഒരു വീട്ടിൽ നിന്നൊരു പട്ടാളക്കാരനുണ്ടാകുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല. ഈ പറയുന്ന 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, റിസർവേഷൻ പ്ലസ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് നോർത്ത് ഇന്ത്യയിലുണ്ട്. ആ നോർത്ത് ഇന്ത്യൻ വികാരം എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നതെന്നും പ്രവചനാതീതമാണ്. അതുകൊണ്ട് ഈ അവസാനിപ്പിക്കുന്നു ഞാൻ, കഴിഞ്ഞ തവണ വലിയ തരംഗമുണ്ടായിട്ട് ലഭിക്കാതിരുന്ന സീറ്റാണ് ഒരു തരംഗവുമില്ലാതെ ലഭിക്കുമെന്ന് BJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും തന്നെ വിശ്വസനീയമല്ല. ഒരു കാര്യം കൂടി എന്നോട് കൂട്ടിച്ചേർക്കാം. തരംഗമില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഒരു സുനാമി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമ്മൾ ഇന്നിപ്പോൾ രാമേന്ദ്ര ഗുഹ എഴുതി, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ രാമേന്ദ്ര ഗുഹ എഴുതിയ ആർട്ടിക്കിൾ പറയുന്ന രസകരമായ കാര്യമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമായിരുന്നു. ഒരു തരംഗവും ഉണ്ടായില്ല. ആളുകൾ ആരും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തേത് 51-52
കോൺഗ്രസ് ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്നോ ഇത്ര രീതിയിൽ വരുമെന്നോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നതെന്ന് ആർക്കും ഒരു ധാരണയുണ്ടായിരുന്നില്ല. ആ സർക്കാർ പോയിട്ട് ഇന്ത്യ നിലനിൽക്കുമോ എന്ന് പോലുമുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ മാർജിനോട് വന്ന ആ തെരഞ്ഞെടുപ്പും അതിനുശേഷം 57 നടന്ന തെരഞ്ഞെടുപ്പും പിന്നീടുള്ള 62 തെരഞ്ഞെടുപ്പും നെഹ്റു വിജയിച്ചു പോയൊരു ചരിത്രം ഇവിടെയുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടന്നത് 1977 76 കാര്യങ്ങൾ ശാന്തമായിരുന്നു. 75 പ്രശ്നമുണ്ടായിരുന്നു. 76 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ജീവിതം ഈ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് രൂപപ്പെട്ടു. കേരളം വോട്ട് ചെയ്തില്ലേ? കേരളം വോട്ട് ചെയ്തു അനുകൂലമായിട്ട്. മാത്രമല്ല ആളുകൾക്ക് കാര്യങ്ങളെല്ലാം അന്ന് കാര്യങ്ങൾ മാറ്റിയത് നോർത്ത് ഇന്ത്യ. അതാണ് കാരണം. ആളുകൾക്ക് കാര്യങ്ങളെല്ലാം ലഭ്യമായി കിട്ടുന്നു. അല്ല, കൃത്യസമയത്ത് ട്രെയിൻ ഓടും. അതെ, കൃത്യസമയത്ത് ആളുകൾ ഓഫീസിൽ വന്നു. റേഷൻ സാധനങ്ങൾ കൃത്യമായി കിട്ടി. അപ്പം സ്റ്റേറ്റ് സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരിട്ട് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ കേന്ദ്രം പറയുന്ന പോലെ ചെയ്യുന്നു. പക്ഷേ അന്ന് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതി ഓടിച്ചു ഇന്ദിരാഗാന്ധി അവിടെ നിന്ന്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി. ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോയി. അന്നും ഇതേ പ്രശ്നമാണ്. ആരും പ്രവചിച്ചില്ല അങ്ങനെ ഒരു തരംഗം. ദാ ഇപ്പൊ നോക്കൂ, വീണ്ടും ഒരു നിശബ്ദ തരംഗം. അതാണ് ഞാൻ പറഞ്ഞൊരു സുനാമി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സുനാമി എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, ഐ ട്രസ്റ്റ് ദി പീപ്പിൾ. ജനങ്ങളിൽ നമ്മൾ വിശ്വാസമുള്ളവരാണ്. നിങ്ങൾക്ക് അവരെ കുറച്ചു കാലത്തേക്ക് പറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെയെന്നറിയോ? അത് മത്സരത്തിൻ്റെ തലേ ദിവസം 2 ക്യാപ്റ്റന്മാരും വന്നിട്ട് ഗോ വിളിക്കും, റെസ്ലിംഗ് പോലെ. എന്നിട്ട് ഒരു മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് പറയും, ഞങ്ങൾക്കൊത്ത എതിരാളിയൊന്നുമല്ല കേട്ടോ, ഇത്തവണ ഞങ്ങളുടെ 3 ബാറ്റ്സ്മാൻമാർ അപാര ഫോമിലാണ്, അവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്, ഡബിൾ സെഞ്ചുറി അടിക്കാനൊക്കെ ഇയാൾ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയും ആദ്യ ബോളിൽ ഡക്കാവുകയും ചെയ്ത അനുഭവമുണ്ട് ഓസ്ട്രേലിയക്ക്. അങ്ങനെ വീമ്പ് പറയുന്ന ഓസ്ട്രേലിയയുടെ ഒരു അവസ്ഥയിലാണിപ്പോൾ. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 400 അടിക്കും കേട്ടോ എന്ന് പറഞ്ഞ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു നറേറ്റീവ് ഫിക്സ് ചെയ്യാണ്. ഒരു മൊത്തത്തിലൊരു ചർച്ച ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ആ നറേറ്റീവ് ഫിക്സ് ചെയ്യുമ്പോൾ തിരിച്ചടിച്ചു. പക്ഷേ അവർക്ക് അതല്ല, ആ ഈ 400 സീറ്റ് എന്ന് നരേന്ദ്രമോദി പാർലമെന്റിലാണ് പ്രസംഗിക്കുന്നത് അവസാനത്തെ സെഷനിൽ. അതുപോലെ തന്നെ പിന്നെ നിർമ്മലാ സീതാരാമനും പ്രസംഗിച്ചല്ലോ, ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നിട്ട് ജൂലൈയിൽ ഗംഭീരമായ ഒരു ബജറ്റ് ഉണ്ടാക്കാൻ പോവാണെന്നൊക്കെ പ്രസംഗിച്ചല്ലോ. ആ സമയത്ത് അവർക്ക് ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ ഇന്ത്യ ബ്ലോക്ക് അങ്ങ് തകർന്നു പൂർണ്ണമായും. അത് റിജുവിനേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. 3 നിയമസഭകളും തിരിച്ചു പിടിച്ചു. ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ തിരിച്ചു പിടിച്ചു. പിന്നെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. അതാണ് പൊളിഞ്ഞു പോയത്. അതെ, ഈ സാധനങ്ങളെല്ലാം പോയി. എപ്പോഴാണ് ഇവർ പൊളിയുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ സർക്കാർ അൺപോപ്പുലർ ആണ് എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങുന്നത് ഒരു ഫെബ്രുവരി പകുതി ഉണ്ണി ബാലകൃഷ്ണൻ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ 400 ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിന് വളരെ പെട്ടെന്നാണ് ഇന്ത്യ മുന്നണി ഒരു നിർവചനം കൊടുത്തത്. 400 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ റിസർവേഷൻ എന്നാണ്. ഭരണഘടന ഇവർ മാറ്റി എഴുതാൻ പോകുന്നു എന്നാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ ആരാ? അരവിന്ദ് കെജ്രിവാൾ യൂത്ത് ഫോർ ഇക്വാലിറ്റിയുടെ ഭാഗമായി റിസർവേഷൻ എതിർത്താളാം. പക്ഷേ ആ അരവിന്ദ് കെജ്രിവാൾ പോലും അതിനെ നെഗറ്റീവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സുജയ പറഞ്ഞതുപോലെ ഈ 75 വയസ്സ് എന്നുള്ളത് BJPയുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ പാനിക്കായി കഴിഞ്ഞു. BJPക്ക് പെട്ടെന്ന് ഉത്തരവില്ലാതായി. ജസ്വന്ത് സിംഗ് പ്രതികരിച്ചു. നോക്കൂ, എൽകെ അദ്വാനിയുടെ കാര്യം, മുരളി മനോഹർ ജോഷിയുടെ കാര്യം, ആനന്ദിബെൻ പട്ടേലിന്റെ കാര്യം, സുമിത്ര മഹാജന്റെ കാര്യം, എണ്ണം പറഞ്ഞ നേതാക്കളെ വീട്ടിലിരുത്തി. എവിടെ? വീട്ടിലെ ഷെഡിൽ ഇരുത്തിയിട്ട് ഒരു പേര് വിട്ടു കൊടുത്തു, മാർഗനിർദ്ദേശ മണ്ഡൽ. ആ മാർഗനിർദ്ദേശ മണ്ഡലത്തിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോദ്യം ഒരു വലിയ എത്തിക്കൽ ചോദ്യമായിട്ട് പ്രവർത്തകരുടെ മുന്നിലുണ്ട്. ആ ചോദ്യം പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഫാക്ടർ എടുത്തത് യോഗിയുടെ വിഷയമാണ്. യോഗി പോലും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. യോഗി ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ യോഗി ആദിത്യനാഥ് മറുപടി പറയേണ്ട എന്ത് കാര്യമാണുള്ളത്? കാരണം പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പട്ടി കുരച്ചാൽ പട്ടിയെ തിരിച്ചു കുരയ്ക്കാനായി ആരും പോകാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് യോഗി ആദിത്യനാഥ് ആ വിഷയത്തെ എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തർപ്രദേശിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചുമതല എന്താണോ അതാണ് യോഗി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിയാകണം എനിക്ക് നാളെ, നരേന്ദ്രമോദി എന്റെ മുന്നിലെ തടസ്സമാണ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ, അമിത്ഷാ ആണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് യോഗി ആദിത്യനാഥിന് കൃത്യമായി അറിയാം. പാർട്ടിയിൽ ചുമതലകൾ എങ്ങനെയാണ് വരുന്നതെന്ന് അത് അറിയാത്ത ആളുകൾ പുറത്തുനിന്ന് പല കാര്യങ്ങളും പറയും. അങ്ങനെ മാത്രമേ ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ നിരീക്ഷണത്തെ കാണാൻ കഴിയൂ. യോഗി മറുപടി പറയേണ്ട ഒരു കാര്യം. അതാണ് എന്റെ ചോദ്യം. ഈ എങ്ങനെയാണ് ഒരു നേതാവിന് താൻ കൊണ്ടുവന്ന, തൻ്റെ ഒപ്പമുള്ള പാർട്ടി നേതൃത്വം കൊണ്ടുവന്ന ഒരു ആശയത്തെ തള്ളിപ്പറയാൻ പറ്റുന്നത്? അതിന്റെ പേരിൽ ഒരു കൂട്ടം നേതാക്കളെ വീട്ടിലിരുത്തിയിട്ട് മാർഗനിർദ്ദേശ മണ്ഡലിനെ എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് തള്ളിപ്പറയാൻ പറ്റുക? നരേന്ദ്രമോദി ഞാൻ ചോദിക്കട്ടെ, എൽകെ അദ്വാനിയുടെ കാര്യം നിങ്ങൾ ഇവിടെ കോട്ട് ചെയ്തു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണ് എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? നരേന്ദ്രമോദിയാണോ? അല്ല, പാർട്ടി മെക്കാനിസം ആണ്. അല്ലെങ്കിൽ പാർട്ടി ഈസ് മോദി സർ.
അങ്ങനെ അത് താങ്കളുടെ നെറേറ്റീവ്. യഥാർത്ഥത്തിൽ പാർട്ടി സംവിധാനത്തിനും അതുപോലെ തന്നെ അദ്ദേഹം വന്നത്, അദ്ദേഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത് RSS ആണ്. അപ്പോൾ അതിനും വിധേയനായി തന്നെ നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ സേവനം രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് പരിവാറില്ല, ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ പരിവാറാണെന്ന് പറയുന്ന നരേന്ദ്രമോദി ഒരിക്കലും ഗ്രീഡിയല്ല. ഇവർക്കിടയിലുള്ള ഭിന്നത BJP-ക്കകത്ത് തന്നെ പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ്. ഇതിപ്പോൾ RSS-ൽ യോഗിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിനിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ കാര്യം അധികാരത്തിൽ വന്ന് 2 മാസത്തിനകം ഇയാൾ തെറിക്കുമെന്ന് പറയുന്നത്. ഇത് ഇവർക്കിടയിലെ പ്രശ്നം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളെ, അതായത് മോദിക്ക് വിവരങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ആളെയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ്. ഇത് BJP-ക്ക് അകത്തെ പ്രശ്നങ്ങളാണ്. ഇതിൽ പട്ടി കുറയ്ക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ, ക്രിമിനൽ പുറത്തിറങ്ങിക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ BJP-യുടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. രാഹുൽ ഗാന്ധി, എല്ലാവർക്കും ബഹുമാനമുള്ള മതേതരത്വത്തിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയുടെ ഭീതി പുറത്തു വന്ന ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. രാഹുൽ ഗാന്ധി ആന്ധ്രയെ കുറിച്ച് പറഞ്ഞത്, ആന്ധ്ര നിയന്ത്രിക്കുന്നത് BJP-യുടെ B ടീമാണ്. B for ബാബു, J for ജഗൻ, P for BJP B, B for ബാബു, J for ജഗൻ, P for പവൻ. ഈ 3 പേരുടെയും റിമോട്ട് കൺട്രോൾ നരേന്ദ്രമോദിയുടെ പക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പാനിക് അറ്റാക്ക് വന്ന് കിടക്കുകയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വിരമിച്ച ജഡ്ജിമാരുടെ പാനൽ അവർ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്, നരേന്ദ്രമോദി വരൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയോട്, അതായത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും, പറയട്ടെ മാഡം, രാഹുൽ ഗാന്ധി എന്ന് കേൾക്കുമ്പോഴേ ചാടി വീഴാതെ ഞാൻ പറയട്ടെ. പറയട്ടെ മാഡം, ഞാൻ പൂർത്തിയാക്കട്ടെ. രാഹുൽ ഗാന്ധി ഉടനെ ചാടിക്കേറി പറയുകയാണ് ഞാൻ തയ്യാറാണ്. അപ്പോൾ BJP കൊടുത്ത മറുപടി എന്താണ്? BJP കൊടുത്ത മറുപടി, തേജസ്വി സൂര്യ പറഞ്ഞു, ഞങ്ങളുടെ യുവമോർച്ചയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശ് ഉണ്ട്, റായ്ബറേലിക്കാരനാണ്, അയാളെ വിടാം രാഹുൽ ഗാന്ധിയുമായി. നരേന്ദ്രമോദിക്ക് നിങ്ങളുമായിട്ട് സംവാദത്തിന് കഴിവില്ല. രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാനുള്ള ഞങ്ങളുടെ പ്രാദേശിക നേതാവിന്റെ കഴിവ് പോലും ഞങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങനെയല്ല. അത് നിങ്ങളുടെ നറേറ്റീവ് ആണ്. രാഹുൽ ഗാന്ധിയെ ചീത്ത പറയുന്നു. നോക്കൂ, ഈ പ്രസംഗത്തിൽ നരേന്ദ്രമോദി തുടർച്ചയായി 3 ഘട്ടങ്ങളിലും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ സുജയ, ഒരു പാരഗ്രാഫിനപ്പുറം പറയാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്കെതിരെ ആകാശത്തിലോട്ട് നോക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ടെലിപ്രോംപ്റ്റർ കേടായപ്പോ എന്താണ് പറഞ്ഞത് എന്ന് അല്ലല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ കേട്ടതാ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, രാഹുൽ ഗാന്ധിയെ കുറിച്ച് വെല്ലുവിളിക്കുന്നു, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി എന്താ സംവാദത്തിന് തയ്യാറാണ്? സംവാദം ഞാൻ വല്ല കേട്ടോ, അത് വേണമെങ്കിൽ എന്റെ വീട്ടിലെ വേലക്കാരനെ അയക്കാവുന്ന പരിപാടിയാണ്. ഒരു കാര്യം കൂടി നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സുജയ. 75 വയസ്സ് തികയാൻ പോകുന്ന നരേന്ദ്രമോദി 3ാമത്തെ വട്ടവും പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് 20 വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാർക്ക് 4 വർഷം മാത്രം സൈനിക സേവനം കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ പറയുന്നു. ഇതാണോ നിങ്ങളുടെ സർക്കാരിന്റെ നയം? എങ്ങനെയാണ് ഇന്ത്യയിലെ ഹരിയാനയിലെ ചെറുപ്പക്കാർ വിധി എഴുതാൻ പോകുന്നതെന്ന് കണ്ടോളൂ. 4-ാം തീയതി ഫലം വരട്ടെ. ഉറപ്പായിട്ടും ജൂൺ 4-ന് കാണണം എല്ലാവരും. ശരി, അപ്പോൾ തെക്ക് പിടിക്കുമോ എന്നതാണ് ചോദ്യം. BJP യെസ് എന്ന് 1, നോ എന്ന് 3. Meet the editors.